അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചവ്വരി വെച്ചിട്ടുള്ള ഒരു സ്നാക്കുമായിട്ടാണ്. അപ്പോൾ ചവ്വരി വെച്ച് ഈസി ആയിട്ട് എങ്ങനെ ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. കുറേ സമയം എടുക്കുമല്ലേ? കുറച്ച് സമയം ഇതിന് പറ്റ് മൊത്തം ട്രാൻസ്പെറൻറ്റ് പിഞ്ചുപ്പ് പാറ ശ്രീജയുടെ പരീക്ഷണം. ഓക്കെ, അപ്പം ഇത് നന്നായിട്ട് തിളച്ച് പല്ലായിട്ട് വന്നിട്ടുണ്ട്. കുറുക്കുറ അല്ലടി ഇത്. ഇത് കണ്ട തരിതരി കണ്ട. ഇതിന് തണുത്ത ശേഷം നമ്മുടെ കുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചവ്വരി നമ്മൾ തണുത്ത ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഈ തരിതരി പോലുള്ള ഭാഗം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മളിതാ ഇതുപോലുള്ള ഒരു കവർ എടുത്തിട്ട് നമ്മളായിട്ട് കുമ്പിൾ കുത്തിയിട്ട് നമ്മുടെ ഈ ബാറ്റർ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മുടെ ഈ ചവ്വരിയുടെ കൂട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമുക്കറിയാവുന്ന രീതിയിലൊക്കെ വെറൈറ്റി ഓഫ് ഡിസൈൻസ് നമ്മൾ വരച്ചു കൊടുക്കുക. മൈലാഞ്ചി ഇടുന്ന പോലെ അങ്ങോട്ട് വരച്ചാൽ മതി. അപ്പം നമുക്ക് വരയ്ക്കാനൊക്കെ അറിയുന്നവരാണെങ്കിൽ നല്ല രീതിയിലൊക്കെ വരച്ചു കൊടുക്കുക. അപ്പം ഞങ്ങൾക്ക് വരയ്ക്കാൻ ഇങ്ങനെയൊക്കെ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ശ്രീജായും തുടങ്ങി, ഒരു സൈഡിൽ നിന്ന് ഞാനും തുടങ്ങി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വരയിട്ട് ഒരു പരുവത്തിലായി. ശ്രീജ പിന്നെ വെറൈറ്റി ആയിട്ട് പല ഡിസൈൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ABCD 1 2 3 അങ്ങനെ ശ്രീജനെ കൊണ്ടാകുന്ന രീതിയിലൊക്കെ അവൾ ഓരോ കരവിരുതുകളൊക്കെ ചെയ്തു വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമായിരിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെയ്യുമ്പോൾ ഫൈബർ പ്ലേറ്റ് അങ്ങനത്തെ ഇതിലൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ. സ്റ്റീലിൻ്റെ അതിനകത്ത് അത്രയും ഇതായിട്ട് നമുക്ക് കിട്ടൂല. അങ്ങനെ പിന്നെ നമ്മൾ നന്നായിട്ട് വലിച്ച് വെച്ച് ഉണക്കി വെച്ച നമ്മുടെ ചവ്വരിയുടെ സംഭവം ഇവിടെ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഫ്രൈ ആയി വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതായത് ഇപ്പോൾ എന്തായാലും സംഭവം ഇപ്പോൾ എന്തായാലും ഇങ്ങനെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഓരോ ഷേപ്പിലൊക്കെ. നമുക്ക് വറുത്തെടുത്ത് നോക്കാം. ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പം എണ്ണ ഒഴിക്കാം. നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. വാവ്, നമ്മുടെ കറക്റ്റ് ആ ചക്രം വറുത്ത പോലെ വാരി ഇട്ട് കൊടുടോ. സെറ്റായിട്ട് വന്നിട്ടുണ്ടല്ലേ? എന്തായാലും സംഭവം നല്ല കിടിലനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ശ്രീജ. കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാവാ? കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാനും കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. കൊള്ളാവാന്ന്.